മെഡിക്കൽ സ്റ്റോറിൽ മറ്റേ മരുന്നെടുത്ത് കൊടുക്കാൻ പോകുന്ന പരിപാടി. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബി.ഫാം എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റി ഒരു ഓവർവ്യൂ പറയാം. ബി.ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് ഫാർമസി, അതായത് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി കോഴ്സാണ് ബി.ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 4 years കോഴ്സാണ്. അത് നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹാസ് ആണ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ്. ഇനി ബി.ഫാം എന്ന് പറഞ്ഞ കോഴ്സ് മാത്രമല്ല ഫാർമസി റിലേറ്റഡ് കോഴ്സ് ആയിട്ടുള്ളത്. ബി.ഫാം എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ അണ്ടറിൽ ഡി.ഫാം ഉണ്ട്, അതിൻ്റെ മുകളിൽ മാസ്റ്റേഴ്സ് ഉണ്ട്, PhD ഉണ്ട്, ഫാം.ഡി ഉണ്ട്. അങ്ങനെ ഒരുപാട് കോഴ്സുകളുള്ള ഒരു ഫീൽഡാണ് ഫാർമസി ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡി.ഫാമിനെ പറ്റി പറയുകയാണെങ്കിൽ 2 year കോഴ്സാണ്, ഡിപ്ലോമ കോഴ്സാണ്. അതിൻ്റെ യൂണിവേഴ്സിറ്റി കറക്റ്റായിട്ട് എനിക്കറിയില്ല, എന്തായാലും കേരള യൂണിവേഴ്സിറ്റി അല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഡിഗ്രിക്ക് ശേഷം നമ്മൾ 2 year എക്സ്ട്രാ ചെയ്യണം മാസ്റ്റേഴ്സിന്. അത് നമ്മൾ കൂടുതൽ റിസർച്ച് അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡായിട്ട് റിലേറ്റഡ് ആണ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കൂടുതലും ഫാം.ഡി ആണ് അത്യാവശ്യം നമ്മുടെ ഫാർമസി ഫീൽഡിൽ നല്ലൊരു പൊസിഷനുള്ള ഒരു ഫീൽഡാണ് ഫാം.ഡി എന്ന് പറഞ്ഞാൽ. ബിക്കോസ് ആൾ ഡോക്ടർ തന്നെയാണ്, ഡോക്ടറാണ്, ഫാർമസി ഫീൽഡിലെ ഡോക്ടറാണ് ഫാം.ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അതിന് എത്രമാത്രം സ്കോപ്പ് ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അത് ആപ്ലിക്കബിൾ ആണെന്ന് എനിക്കറിയില്ല. ശരിക്കും സ്കോപ്പ് കുറവാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ പുറമേ, അതായത് എബ്രോഡൊക്കെ ആണെങ്കിൽ നല്ലൊരു സ്കോപ്പുള്ള ഫീൽഡാണ് ഫാം.ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ബി.ഫാം കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ മരുന്നെടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന മാത്രം ജോലിയല്ല. അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് ഫീൽഡിലേക്ക്, ടീച്ചിങ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ അങ്ങനത്തെ പർപ്പസുകളായിക്കോട്ടെ, ഡിസ്പെൻസിങ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ അങ്ങനത്തെ റിലേറ്റഡ് ആയിക്കോട്ടെ, എല്ലാ ഏരിയയിലും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഏരിയയാണ് ബി.ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം മെഡിക്കൽ സ്റ്റോറിൽ മരുന്നെടുത്ത് കൊടുക്കുന്ന ആ ഒരു ജോബ് തന്നെ ആയിക്കോട്ടെ, ഒന്ന് ഓർക്കുക, അവിടെ ആ ഒരു മരുന്ന് മാറിപ്പോയാൽ ഉണ്ടാവാൻ പോകുന്ന ആ ഒരു ഭവിഷ്യത്തിനെ പറ്റി ഭയങ്കര ലാഘവത്തോടെയാണ് എല്ലാവരും പറയുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുമല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പം അവിടെ നിന്നാണെങ്കിലും നമുക്കൊരു പോരായ്മ പറ്റിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. സോ ബൈ ഗൈസ്.